നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 32 എഫ് സി ബാഴ്സലോണക്ക് ലോവർ ഡിവിഷൻ ക്ലബ്ബായ ഗോദ്ലെജറക്കെതിരെ വിജയം. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയമാണ് നേടിയത്. പക്ഷേ ഗോളടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടി. 10-75 മിനിറ്റ് ബാഴ്സയ്ക്ക് ആ ഉദ്യമത്തിൽ വിജയിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് ക്രിസ്റ്റ്യൻസന്റെ ഗോൾ പിറക്കുന്നത്. ഒടുവിൽ റാഷ്ഫോർഡും ഗോൾ കണ്ടെത്തുകയുണ്ടായി. മത്സരത്തിൽ ബാഴ്സലോണ മികച്ച 11 കൊണ്ടൊക്കെ തന്നെയാണ് ഇറങ്ങിയത്. എതിരാളികൾ ലോവർ ഡിവിഷൻ ടീമാണ്. പക്ഷേ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് യമാലും ബർദയും അതുപോലെ തന്നെ ലോപ്പസും മാർക്കസ് റാഷ്ഫോർഡും ഒക്കെ ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറായിട്ട് മാർക്ക് ആന്ദ്രേ ടെർ സ്റ്റെഗനെ കളിപ്പിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഷെസ്നിയല്ല, ടെർ സ്റ്റെഗനായിട്ട് ഗോൾ കീപ്പറായിരുന്നത്. ജോയൻ ഗാർഷ്യക്ക് വിശ്രമം കൊടുക്കുകയാണെന്ന് കോച്ച് നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ. ഏതായാലും 76-ാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റ്യൻസിൻ്റെ ഗോളും 90-ാമത്തെ മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ ഗോളും, ആ 2 ഗോളുകളാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. കളി ഒട്ടും എളുപ്പമായിരുന്നില്ല എന്ന് തന്നെയാണ് കോച്ചും താരങ്ങളും ഒക്കെ വിലയിരുത്തിയത്. കുബാർസി കളിക്ക് ശേഷം പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് പേഷ്യൻസ് കാണിക്കേണ്ടതുണ്ടായിരുന്നു, കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ടായിരുന്നു. കാരണം 76-ാമത്തെ മിനിറ്റ് വരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇത്തരം മത്സരങ്ങൾ എളുപ്പമല്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഹാർഡാണ്, കോംപ്ലിക്കേറ്റഡ് ആണ്, അധികം അവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയില്ല, കോൾഡ് സ്റ്റേഡിയം, നോട്ട് സോ ഗുഡ് പിച്ച്, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഈ ഒരു മത്സരത്തെ ഞങ്ങൾ തരണം ചെയ്തത്. പിന്നെ ഹൻസി ഫ്ലിക്കിൻ്റെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ടീമിൻ്റെ ആറ്റിറ്റ്യൂഡ് മികച്ചതായിരുന്നു, മെൻറ്റാലിറ്റി വളരെ നല്ലതായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് 2-0 വിജയിച്ച് കയറിയത്. പിന്നെ ഇത്തരം മത്സരങ്ങൾ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നു എന്നതാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ദീസ് മാച്ചസ് ആർ നോട്ട് ഈസി, ദി ആറ്റിറ്റ്യൂഡ് വാസ് കീ ഫോർ ദി വിക്ടറി എന്നുകൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട്. ഏതായാലും ബാഴ്സലോണ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.